ലൈംഗിക അതിക്രമണ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. ബംഗാളി നടിയുടെ പരാതിയിലെടുത്ത കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് തീർപ്പാക്കിയത്. നിലവിൽ ചുമത്തിയ കുറ്റങ്ങൾ ജാമ്യം ലഭിക്കുന്നതാണെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, രഞ്ജിത്തിന് എതിരായ കേസാണല്ലോ, നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണല്ലോ ഹൈക്കോടതി തീർപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തീർപ്പാക്കിയിരിക്കുന്നത്. 2009 നടന്ന കുറ്റം അത് ആദ്യം ചുമത്തിയ വകുപ്പുകൾ പ്രകാരം ജാമ്യം ലഭിക്കാത്തതാണെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതി അറിയിച്ചിരുന്നത്. ഇക്കാര്യം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കോടതി ഹർജി തീർപ്പാക്കിയത്. ഇന്നലെയാണ് രഞ്ജിത്ത് മുതിർന്ന അഭിഭാഷകൻ മുഖേന ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഈ 15 വർഷത്തിന് ശേഷം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ ഗൂഢ ലക്ഷ്യമുണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കണം എന്നതടക്കമുള്ള ഉദ്ദേശം ഈ പരാതിക്ക് പിന്നിലുണ്ടെന്നായിരുന്നു രഞ്ജിത്തിന്റെ വാദം. എന്തായാലും കേസ് എടുത്ത് അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയായിരുന്നു രഞ്ജിത്ത് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. നിലവിൽ ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളായതുകൊണ്ട് ഹൈക്കോടതി ഹർജി തീർപ്പാക്കുകയായിരുന്നു. പ്രോസിക്യൂഷൻ ഇക്കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ രഞ്ജിത്തിന് ജാമ്യം ലഭിക്കും എന്ന് തന്നെ നമുക്ക് ഈ കോടതിയുടെ ഈ നടപടിയിലൂടെ രഞ്ജിത്തിന് ജാമ്യം ലഭിക്കും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് രേഷ്മ ബാബു? വിനോദ്, അറസ്റ്റ് ഉണ്ടാകുന്ന പക്ഷം ജാമ്യം സ്വാഭാവികമായിട്ടും ലഭിക്കാവുന്ന കുറ്റമാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ മുൻകൂറായിട്ട് ജാമ്യം അനുവദിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. സാങ്കേതികപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ കേസന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിൽ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജാമ്യത്തിൽ വിടും. ആ വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ മാത്രമാണ് രഞ്ജിത്തിന് മേൽ ചുമത്തിയിട്ടുള്ളത്. പക്ഷേ ആ ഒരു കാര്യം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് രേഖാമൂലം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി നിലവിൽ ഈ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയത്. തീർച്ചയായും സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നൽകിയ പരാതി പ്രകാരം മുൻകൂർ ജാമ്യത്തിന് രഞ്ജിത്ത് ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ജാമ്യ ഹർജി കോടതി തീർപ്പാക്കുകയാണ്. കാരണം ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായി അന്വേഷണത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് നടന്നാലും അദ്ദേഹത്തിന് ജാമ്യം എടുക്കാവുന്നതാണ് എന്നുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്.